ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവജനമേ, ഇന്നേ ദിനം നിങ്ങൾ ഒരനുഗ്രഹമാണ്. നിങ്ങളിലൂടെ നിങ്ങൾ ഇടപെടുന്ന എല്ലാ രംഗങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കരോൾ നമുക്ക് ആനന്ദം നൽകുന്ന ഒരു സുദിനമല്ലേ? ആദ്യത്തെ കരോൾ അരങ്ങേറിയത് എങ്ങനെയാണ്? ഒരു ഫ്രഞ്ച് വാക്കാണ് കരോൾ. നൃത്തമെന്നാണ് അതിനർത്ഥം. ക്രിസ്തുവിന്റെ ജനനത്തിന് 100 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അന്നത്തെ മാർപ്പാപ്പ പറഞ്ഞു, പാട്ടുപാടി ക്രിസ്മസ് ആഘോഷിക്കണം. ലാറ്റിനിലുള്ള പാട്ടുകളെ അന്ന് നിലവിലുള്ളൂ. അതുകൊണ്ട് ജനം പാടിയില്ല. വൈദികർ മാത്രം പാട്ടുപാടി ഉണ്ണിരൂപം വഹിച്ച് തെരുവിലൂടെ പോയി. എന്നാൽ 1224 ഗ്രേഷ്യോയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി യഥാർത്ഥ ക്രിസ്മസ് ഒരു നാടകീയ രംഗമായി അവതരിച്ചപ്പോൾ ഉണ്ണിരൂപം ചലിച്ചു. ആ ഉണ്ണിയെ വഹിച്ചുകൊണ്ട് ജനം ആവേശഭരിതരായി തെരുവിലേക്ക് ഇറങ്ങി. ഫ്രാൻസിസ് അസീസി രചിച്ച നാടൻ ശൈലിയിലുള്ള പാട്ടുകൾ പാടിക്കൊണ്ട് ജനം നൃത്തമാടി. സങ്കീർത്തനം 150 4 തിരുവചനം, തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. ഈ വർഷത്തെ കരോൾ അനുഗ്രഹമായി മാറട്ടെ. അതിലൂടെ സമൂഹം മുഴുവനും ചുറ്റുപാടുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.